മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള നടനാണ് ആദിത്യൻ ജയൻ. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 2005 മുതൽ മിനി സ്ക്രീനിന്റെ ഭാഗമാണ് നടൻ. സീരിയലുകളിൽ മാത്രമല്ല സിനിമകളിലും ആദിത്യൻ ജയൻ അഭിനയിച്ചിട്ടുണ്ട്. മണിയറക്കള്ളനാണ് ആദിത്യന്റെ ആദ്യ സിനിമ. രാജൻ പി ദേവ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അത്. സിനിമകളിൽ സഹനടൻ റോളുകളിലാണ് തിളങ്ങിയിട്ടുള്ളതെങ്കിൽ സീരിയലിൽ സജീവമായ സമയത്ത് ആദിത്യൻ ശ്രദ്ധ നേടിയത് നെഗറ്റീവ് റോളുകളിലൂടെയാണ്. ആകാശദൂത്, മറ്റൊരുകൾ തുടങ്ങി നിരവധി സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. വിവാദങ്ങളാൽ നിറഞ്ഞ കരിയറാണ് നടൻ്റേത്. നടി അമ്പിളി ദേവിയുമായി നടന്ന വിവാഹമോചനമാണ് അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്ന്. ഗാർഹിക പീഡനത്തിന്റെ ആദിത്യന്റെ പേരിൽ അമ്പിളി പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വിവാദങ്ങളിൽ നിന്നെല്ലാം തന്നെ വിട്ടുനിൽക്കുകയായിരുന്നു താരം. ഇപ്പോഴിതാ പുതിയൊരു റോളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നടൻ. നടനിൽ നിന്നും അവതാരകനിലേക്ക്. സിനിമാ ദി ക്യൂ എന്ന യൂട്യൂബ് ചാനലിന്റെ പോഡ്കാസ്റ്റിന്റെ അവതാരകൻ ആദിത്യൻ ജയനാണ്. ആദിത്യന്റെ മനോഹരമായിട്ടുള്ള അവതരണത്താൽ പതിവ് മുഖാമുഖ പരിപാടികളിൽ നിന്നെല്ലാം തന്നെ വേറിട്ട ഒരു അനുഭവം ലഭിച്ചുവെന്നും ആസ്വാദകർക്ക് ഒട്ടും മുഷിച്ചിൽ തോന്നാത്ത പരകായ പ്രവേശം ഭംഗിയായി തന്നെ നടൻ നിർവഹിച്ചു എന്നുമാണ് പോഡ്കാസ്റ്റ് പുറത്തിറങ്ങിയ സമയത്ത് ലഭിച്ചിരിക്കുന്ന പ്രതികരണങ്ങൾ. സീരിയൽ താരമായ സ്നേഹ സുരേന്ദ്രനായിരുന്നു ആദിത്യന്റെ പോഡ്കാസ്റ്റിലെത്തിയ ആദ്യത്തെ അതിഥി. ഇവരുടെ സംഭാഷണത്തിന്റെ വീഡിയോകൾ ചെറിയ ചെറിയ ഭാഗങ്ങളായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചയായി. സ്നേഹ സുരേന്ദ്രനുമായി സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്നതിനെ കുറിച്ച് ആദിത്യൻ സംസാരിച്ച ഭാഗമാണ് വൈറലായതും ചർച്ചയായതും. കൊളാബ് എല്ലാം ചെയ്യുന്നുണ്ടല്ലേ, അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നാണ് സ്നേഹയോട് നടൻ ആദിത്യൻ ചോദിച്ചിരിക്കുന്നത്. കൊളാബ് ചെയ്യുന്നുണ്ടെന്നും അതിൽ നിന്ന് ചെറിയ രീതിയിൽ വരുമാനം വരുന്നുണ്ടെന്നും കൂടുതൽ പണം ലഭിക്കണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങേണ്ടി വരുമെന്നാണ് സ്നേഹ പറഞ്ഞത്. രേണുസുതിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ, അത് തുടങ്ങിക്കൂടെ എന്നാണ് പിന്നീട് ആദിത്യൻ ചോദിച്ചത്. വേണ്ട ചേട്ടാ, അതിന് താല്പര്യമില്ല എനിക്ക്. രേണുസുതി ചെയ്തോട്ടെ, ചേട്ടന് വേറെ അക്കൗണ്ട് താൻ അയച്ചു തരാമെന്ന് സ്നേഹ മറുപടി പറഞ്ഞു. അത് കേട്ട് വേണ്ട, ഞാനിപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്, സമാധാനമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, എനിക്കൊന്നും വേണ്ടെന്നായിരുന്നു നടന്റെ മറുപടി. ഇത് കേട്ട് രണ്ട് കുടുംബം തകർത്തതല്ലേ, അടുത്തത് സെറ്റാക്കാൻ നോക്കുകയാണോ എന്നാണ് ചിലർ നടന്റെ മുൻകാല ജീവിതവുമായി താരതമ്യം ചെയ്തുകൊണ്ട് വിമർശിച്ചു കുറിച്ചിരിക്കുന്നത്. അതേസമയം മറ്റു ചിലർ അതിശയപ്പെട്ടാണ് നടന്റെ മുഖത്ത് വന്ന മാറ്റം കണ്ടുകൊണ്ടാണ്. മുഖം കറുത്തു കരിവാളിച്ചിരുന്നു. ഇരുനിറമാണ് ആദിത്യന്. അങ്ങനൊരാൾക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നായിരുന്നു ചിലരുടെ സംശയം. കരൾ രോഗം ബാധിച്ചവരുടെ മുഖം ഇത്തരത്തിൽ ഇങ്ങനെ കരുവാളിക്കാറുണ്ടെന്നാണ് കമന്റ് ബോക്സിൽ ചിലർ കുറിച്ചിരിക്കുന്നത്. ദൈവം നല്ല രീതിയിൽ എന്തോ പണി കൊടുത്തിട്ടുണ്ട്, ഇയാളുടെ മുഖമൊക്കെ മാറിപ്പോയല്ലോ, ആദിത്യൻ എങ്ങനെയാണ് കറുത്തു പോയത്, മുഖത്തിന് എന്തു പറ്റി, ലിവർ പോയി എന്ന് തോന്നുന്നു എന്നിങ്ങനെ നീളുന്നു ഒരുപാട് കമന്റ്സുകൾ. എന്നാൽ നടൻ ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആദിത്യൻ ജയന് കരൾ രോഗമുണ്ട്, ആദിത്യന് കടുത്ത രോഗമാണ് എന്ന തരത്തിൽ ഒരുപാട് വാർത്തകളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നടി അമ്പിളി ദേവിയുമായിട്ടുള്ള വിവാഹമോചന കേസ് നടക്കുന്ന സമയത്ത് ആദിത്യൻ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. സുരാജ് റൗണ്ട് നടുവിലാൽ പരിസരത്ത് കാറിൽ ഞരമ്പ് മുറിച്ച നിലയിൽ അവശനായി കിടക്കുകയായിരുന്ന ആദിത്യനെ നാട്ടുകാരാണ് അന്ന് ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചത്. അമ്പിളി ദേവിയിൽ ഒരു മകനും ആദിത്യൻ